ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ പൊതുജനസമക്ഷം അവതരിപ്പിക്കുന്ന ഇന്ത്യ അറ്റ് ഹാർട്ട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മോഹൻ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ വിഷയം കാശ്മീർ. ഇതിനിട്ടിരിക്കുന്ന പേര് കാശ്മീരിൻ്റെ കണ്ടെത്തൽ 1950. ഇതിൻ്റെ ഒന്നാം ഭാഗം ആൾറെഡി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാം ഭാഗമാണ്. ഇതിൽ നമ്മൾ കാശ്മീരിൻ്റെ ജോഗ്രഫിയിലേക്ക് കൂടുതൽ കടക്കുന്നു. കാശ്മീരിൻ്റെ ജോഗ്രഫി തിരുവിതാംകൂറുമായിട്ടുള്ള റെഫറൻസസ് ചേർത്ത് കാശ്മീരിൻ്റെ ജോഗ്രഫി നമ്മൾ പറയുന്നു. കാശ്മീർ എന്ന് ഉദ്ദേശിച്ചത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മൊത്തം ജോഗ്രഫിയാണ്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ജോഗ്രഫി ഡീറ്റെയിൽ ജോഗ്രഫി അല്ല. നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറണമെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്, ഈ തരത്തിലുള്ള ഒരു ജോഗ്രഫിക് അനാലിസിസാണ് ചെയ്യുന്നത്. അതുപോലെ ഭാരതത്തിൻ്റെ കൈവശം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ എത്ര ഏരിയ ഉണ്ട് എന്നുള്ള ഒരു പഠനത്തിനും ഈ ഒരു ജോഗ്രഫിക് അനാലിസിസ് വളരെ പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദക്ഷിണാർത്ഥം സമുദ്രത്തിനാലും ഉത്തരാർത്ഥം പർവ്വതങ്ങളാൽ തീർക്കപ്പെട്ട ഒരു മഹാചാപത്തിനാലും ചുറ്റപ്പെട്ട ദേവഭൂമിയാണ് ഭാരതം എന്ന് പറഞ്ഞാണ് നമ്മൾ ഒന്നാം ഭാഗം അവസാനിപ്പിച്ചത്. ഈ മഹാചാപത്തിൻ്റെ വടക്കേ ആങ്കറായിരുന്നു കാശ്മീരെങ്കിൽ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട തെക്ക് ഭാഗത്തിൻ്റെ തെക്കേ ആങ്കറായിരുന്നു തിരുവിതാംകൂർ. ഈ പർവ്വതങ്ങൾ തീർത്ത മഹാചാപത്തിന് പാരലലായി ഒരു വലിയ സമതല ഭൂമി ഭാരതത്തിൽ നിലവിലുണ്ട്. സിന്ധു നദിയും ഗംഗാ നദിയും ബ്രഹ്മപുത്രയും ചേർത്തുണ്ടാക്കുന്ന ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻസ് ആണത്. ഈ സിന്ധു നദിയെ നമുക്ക് വലിയ പരിചയമില്ല. സിന്ധു നദീതട സംസ്കാരമെന്നെല്ലാം നമ്മൾ അഭിമാനം കൊള്ളുമെങ്കിലും സിന്ധു നദി ജമ്മു കാശ്മീരിലെ ലഡാക്ക് കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും പാകിസ്ഥാനിൽ കൂടിയാണ് ഒഴുകുന്നത്. ഏതായാലും കറാച്ചി ഉൾപ്പെടുന്ന സിന്ധു നദീതടത്തിൽ നിന്ന് വടക്കോട്ട് പഞ്ചാബ് സമുദ്രത്തിലെത്തി പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് ബംഗ്ലാദേശിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ സമതല ഭൂമിയാണ് ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻസ്. ഏതാണ്ട് 7.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണിത്. ഈ വിസ്തൃതമായ ഭൂപ്രദേശമാണ് ഭാരതത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാന കാരണമായി എക്കാലവും നിലനിന്നിരുന്നത്. ഈ സിന്ധു നദീതടത്തിൻ്റെ വടക്ക് ഭാഗത്താണ് പഞ്ചാബ് സമതലം. പഞ്ചാബ് സമതലത്തിൽ നിന്ന് വടക്കോട്ടുള്ള യാത്രയിലാണ് നമ്മൾ കാശ്മീരിനെ കാണുന്നത്. കാശ്മീരിൻ്റെ ഭൂപ്രകൃതി പർവ്വതങ്ങൾക്ക് ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ രീതിയിലുള്ളതാണ്. ജമ്മു കാശ്മീരിനെ 5 മേഖലകളായിട്ടാണ് തിരിക്കുന്നത്. ആദ്യം ജമ്മു മേഖല, പിന്നെ കാശ്മീർ താഴ്വര, പിന്നെ ലഡാക്ക്, അടുത്തത് ബാൾട്ടിസ്ഥാൻ, പിന്നെ ഗിൽജിത്ത്. ഇവയാണ് ഈ 5 പ്രദേശങ്ങൾ. ഇതിൻ്റെ തെക്ക് ഭാഗത്താണ് ജമ്മു. അതായത് പഞ്ചാബ് പ്ലെയിൻസിൽ നിന്ന് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ജമ്മു മേഖലയിലാണ് എത്തുന്നത്. ഏതാണ്ട് 39,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഭൂപ്രദേശമാണ് ജമ്മു മേഖല. ഈ ജമ്മു മേഖലയുടെ തലസ്ഥാനം ജമ്മുവാണ്. ജമ്മുവിൻ്റെ പ്രാധാന്യം ജമ്മു കാശ്മീർ മൊത്തം ഭരിച്ചിരുന്ന ദോഗ്ര രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ജമ്മു. ഈ ജമ്മു സ്ഥിതി ചെയ്യുന്നത് താവി എന്ന നദിയുടെ തീരത്താണ്. ജമ്മു താവി എക്സ്പ്രസ് നമുക്കറിയാമല്ലോ. ഈ താവി നദിയുടെ തീരത്താണ് ജമ്മു സ്ഥിതി ചെയ്യുന്നത്. താവി കൂടാതെ ജമ്മുവിൽ പ്രധാനപ്പെട്ട 3-4 നദികൾ വേറെയുണ്ട്. 1 ചെനാബ്, 2 ജലം, 3 ഉജ്, പൂഞ്ച്, ഇങ്ങനെ കുറച്ച് നദികളെല്ലാം ജമ്മു മേഖലയിലുണ്ട്. പീർപഞ്ചാൽ പർവ്വതനിരകളിൽ കൂടിയാണ് ചെനാബ് നദി ഒഴുകുന്നത്. ചെനാബ് നദിയുടെ 2 ഭാഗത്തും കടുത്ത നിബിഡ വനങ്ങളാണ്. ഫിർമരങ്ങളുമെല്ലാമുള്ള നിബിഡ വനങ്ങളാണ്. ഈ തടിക്കച്ചവടം, ഈ മരങ്ങൾ വെട്ടിയുള്ള തടിക്കച്ചവടം പണ്ടുകാലം തുടങ്ങി ചെനാബ് നദിയിൽ വളരെ ചെനാബ് നദീ തീരത്ത് വളരെ ഫേമസ് ആയിരുന്നു. ജമ്മു മേഖലയുടെ വടക്ക് ഭാഗത്തായി ഒരു ഹോക്കി സ്റ്റിക്കിൻ്റെ രൂപത്തിൽ വളഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് പീർപഞ്ചാൽ പർവ്വതനിര. ഈ പീർപഞ്ചാൽ പർവ്വതനിരയുടെ ഇടയ്ക്കുള്ള മലമ്പാതകൾ അല്ലെങ്കിൽ ചുരങ്ങൾ കടന്നിട്ട് വേണം നമുക്ക് ഈ കാശ്മീർ താഴ്വരയിലൊക്കെ എത്തിച്ചേരാൻ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജമ്മു മേഖലയെ പറ്റിയാണ്.
39,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളുടെ മുഖ്യ ഉപജീവനമാർഗം കൃഷിയാണ്. ബസ്മതി റൈസിന് വളരെ പേരുകേട്ട സ്ഥലമാണ് ജമ്മു മേഖല. അതുപോലെ ഇവിടെയുള്ള ഈ മലമ്പ്രദേശങ്ങളിലെല്ലാം കുറേ ഡ്രൈ ക്ലൈമറ്റാണ്. അവിടെ ബാർലിയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് 3 തരത്തിലുള്ള കാലാവസ്ഥയാണുള്ളത്. സമ്മർ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഭയങ്കര ചൂടാണ്. ജൂൺ ജൂലൈ വരെയെല്ലാം കൊടിയ ചൂടാണ് ഈ ജമ്മു മേഖലയിൽ. അതിനുശേഷം മൺസൂൺ, മഴക്കാലമാണ്. ഏതാണ്ട് സെപ്റ്റംബർ എൻഡോടുകൂടി മഞ്ഞുകാലം തുടങ്ങും. സെപ്റ്റംബർ തുടങ്ങി മാർച്ച് വരെ മഞ്ഞുകാലമാണ്. ഈ ജമ്മുവിൻ്റെ ഒരു ഭൂപ്രകൃതി, നമ്മൾ പഞ്ചാബ് സമതലത്തിൻ്റെ തുടർച്ചയാണ് ജമ്മു. ജമ്മുവിൽ കുറച്ച് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ശിവാലിക് എന്ന് പറയുന്ന ഒരു കുന്നും പ്രദേശം പോലത്തെയുള്ള പർവ്വതനിരകൾ. ഈ ശിവാലിക് പർവ്വതനിരകൾ ഹിമാലയത്തിന് പാരലായിട്ട് ഭാരതത്തിൻ്റെ മൊത്തം ലെങ്തിൽ 2400 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന പ്രദേശമാണ് ശിവാലിക് പർവ്വതനിരകൾ. ജമ്മുവിൽ ശിവാലിക് പർവ്വതനിരകൾ വരുന്നു. ശിവാലിക് പർവ്വതനിരകളുടെ വടക്ക് ഭാഗത്ത് പീർ പഞ്ചാൽ പർവ്വതനിരകൾ. പീർ പഞ്ചാൽ പർവ്വതനിരകൾ ഏതാണ്ട് 18,000 അടി വരെ ഉയരമുള്ള മഞ്ഞുമൂടിയ കൊടുമുടികളുള്ള പ്രദേശമാണ്. ഇവിടെ ഉള്ള മറ്റൊരു ഉപജീവന മാർഗം ആടുമാട് വളർത്തലാണ്. ഈ പീർ പഞ്ചാൽ പർവ്വതനിരകളിൽ ധാരാളം മേച്ചിൽപ്പുറങ്ങളുണ്ട്. മഞ്ഞുകാലമാകുമ്പോൾ ആട്ടിടയന്മാർ ആടുകളെല്ലാം കൊണ്ട് സമതലത്തേക്ക് വരും. ജമ്മു മേഖലയിലുള്ള സമതല പ്രദേശങ്ങളിൽ അവർ ആടുമാടുകളെ കൊണ്ട് എത്തുന്നു. അതിനുശേഷം ഇവിടെ ചൂട് തുടങ്ങുമ്പോൾ ഇവർ തിരിച്ച് ഈ പീർ പഞ്ചാൽ പർവ്വതനിരകളിലുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആടുമാടുകൾ കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. അതൊരു പാസ്റ്ററൽ എക്കണോമിയാണ്. ഗുജ്ജറുകളും ബക്കറവാലുകളും എന്ന് പറയുന്ന 2 ജനവിഭാഗങ്ങളാണ് ഈ ആടുമാട് വളർത്തൽ വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. നോമാഡിക് കമ്മ്യൂണിറ്റീസാണ്. ഇവിടെയുള്ള മുഖ്യ ജനവിഭാഗം ദോഗ്രകളാണ്. യുദ്ധവീരന്മാരാണ് ദോഗ്രകൾ. നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ദോഗ്ര റെജിമെൻ്റ് ഉണ്ട്. റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ നമ്മൾ ഡോഗ്ര റെജിമെൻറ്റിൻ്റെ പരേഡ് വളരെ കൗതുകത്തോടെ കാണാറുണ്ട്. ഹൈലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു റെജിമെൻ്റാണ് ദോഗ്ര റെജിമെൻറ്റ്. ഇവർ ബ്രിട്ടീഷ് പട്ടാളത്തിലും ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിലും ഇന്ത്യൻ ആർമിയിലും നിർണായകമായിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ള ഒരു പട്ടാള വിഭാഗമായ പട്ടാള സേവനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാർഷൽ എക്കണോമി കൂടെ ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്ന് പറയാം. ധാരാളം പേർ പട്ടാളത്തിൽ, അത് പണ്ടുകാലം തുടങ്ങി തന്നെ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു ഈ ദോഗ്ര ഏരിയയിൽ നിന്ന്. ദോഗ്രകൾ മിക്കവാറും രാജ്പുട്ടുകളാണ്. ഇവരിൽ രാജ്പുട്ടുകളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വിന്യാസം, പട്ടണ പ്രദേശങ്ങളിൽ കൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്നു. പടിഞ്ഞാറ് പ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലും കൂടുതൽ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. ഇവരുടെ ഭാഷ, ഈ ദോഗ്രകളുടെ ഭാഷ ദോഗ്രി എന്ന് പറയുന്നൊരു ഭാഷയാണ്. പിന്നെ ഈ ബക്രവാളുകളുടെ ഭാഷ പഹാടി എന്ന് പറഞ്ഞൊരു ഭാഷയാണ് ഇവരുടെ ഭാഷ. വ്യത്യസ്തമായ ഭാഷകളാണ്. അതിൽ കുറച്ച് പഞ്ചാബി നിലവിലുണ്ട്. ഭൂരിപക്ഷവും അവിടെ 1947 കാലഘട്ടത്തിൽ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏതാണ്ട് 51-49 ഇങ്ങനെയാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു പ്രപ്പോർഷനായിരുന്നത് ജമ്മു മേഖലയിൽ. ഇതാണ് ജമ്മുവിൻ്റെ ഒരു അടിസ്ഥാന ഭൂമിശാസ്ത്രവും ഒരു സാമ്പത്തിക ഭൂമിശാസ്ത്രവും. ഇനി തിരുവിതാംകൂറുമായിട്ടുള്ള ഒരു കമ്പാരിസൺ. തിരുവിതാംകൂറിൻ്റെ വിസ്തീർണം 19,000 സ്ക്വയർ കിലോമീറ്ററാണ്. ജമ്മു മേഖലയുടെ മാത്രം വിസ്തീർണം 39,000 സ്ക്വയർ കിലോമീറ്ററാണ്. തിരുവിതാംകൂറിൻ്റെ ഇരട്ടി വരും. അതായത് കേരളത്തിൻ്റെ വിസ്തീർണം വരും ജമ്മു മേഖലയുടെ മാത്രം വിസ്തീർണം. ദോഗ്രി ഭാഷയും പഹാടി ഭാഷയുമുണ്ട്, പഞ്ചാബിയുണ്ട്. ജനവിഭാഗങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കുറേ പേരുണ്ട്. ബാക്കി ഗുജ്ജറുകളും ബക്രവാലകളും. വിദ്യാഭ്യാസ നിലവാരം തിരുവിതാംകൂറായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, വളരെ കുറവാണ് വിദ്യാഭ്യാസ നിലവാരം. ജനസംഖ്യയിൽ മതങ്ങളുടെ പ്രപ്പോർഷൻ, ഇവിടെ തിരുവിതാംകൂറിൽ 7% മുസ്ലിങ്ങളും 20% ക്രിസ്ത്യാനികളും 70% ഹിന്ദുക്കളുമായിരുന്നെങ്കിൽ ഇവിടെ ഏതാണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏതാണ്ട് ഒരുപോലെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു രീതിയായിരുന്നു. 50-49 അതിനെക്കുറിച്ച് സിഖുകാരും, ഇങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു അവിടുത്തെ ഇതിൻ്റെ വിന്യാസം. അപ്പോൾ ഇതാണ് ജമ്മു മേഖലയും തിരുവിതാംകൂറുമായിട്ടുള്ള ഒരു കമ്പാരിസൺ. ഇനി ഈ പീർ പഞ്ചാൽ പർവ്വതനിരകൾ കടന്ന് ചുരങ്ങളുണ്ട്. ഈ ചുരങ്ങൾ വഴി കടന്നിട്ടാണ് നമ്മൾ പിന്നെ കാശ്മീർ മേഖലയിലേക്ക് താഴോട്ടിറങ്ങാൻ.
18,000 അടി വരെ ഉയരമുള്ള കൊടുമുടികളുണ്ടെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്കുള്ള ചുരങ്ങൾ നമ്മളിപ്പോൾ പാലക്കാട് ചുരം വഴിയോ അല്ലെങ്കിൽ ആലുവാമൊഴി ചുരം വഴിയോ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് പോലെ, താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് കയറുന്നത് പോലെ വേണം ഇത് ചുരങ്ങൾ കടന്നു പോകാൻ. ഇത് പ്രധാനപ്പെട്ട 3 ചുരങ്ങളാണുള്ളത്. ഒന്ന് പീർ കി ഗലി, ഹാജി പീർ, പിന്നെ ബനിഹാൾ. ഈ 3 ചുരങ്ങളാണ് ഈ പീർപഞ്ചാലിന് കുറുകെ ഉണ്ടായിരുന്നത്. ഇത് വളരെ ദുർഘടം പിടിച്ച ചുരങ്ങളായിരുന്നു. ഇതിലെയുള്ള പ്രവേശനം ഈ ചുരങ്ങളെല്ലാം നല്ല ഹൈറ്റിലുള്ള ചുരങ്ങളായിരുന്നതുകൊണ്ട് മഞ്ഞുകാലം ആകുമ്പോഴത്തേക്കും ഇവിടെയെല്ലാം മഞ്ഞ് വന്ന് മൂടും. 20 അടി 30 അടി കനത്തിലുള്ള മഞ്ഞ് വന്ന് മൂടും. ആ സമയത്ത് പിന്നെ താഴ്വരയിലേക്ക് കടക്കാൻ പറ്റില്ല. മഞ്ഞുകാലത്തൊന്നും അവിടേക്ക് ഈ ചുരങ്ങൾ കടന്ന് കാശ്മീർ താഴ്വരയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തുലവും ദുഷ്കരമായിരുന്നു. കാശ്മീർ താഴ്വരയുടെ വിസ്തീർണം 16,000 സ്ക്വയർ കിലോമീറ്ററോളം വരും. അതായത് തിരുവിതാംകൂറിന് വിസ്തീർണം ഇല്ല. പീർപഞ്ചാൽ പർവ്വതനിരകൾ കടന്ന് താഴോട്ടിറങ്ങിയാണ് കാശ്മീർ താഴ്വര. ഈ 18,000 അടിയൊന്നും കാശ്മീർ താഴ്വരയ്ക്ക് വിവരമില്ല. അതാണ് നമ്മുടെ മൂന്നാറിൻ്റെയൊക്കെ ഒരു രീതിയാണ് കാശ്മീർ താഴ്വരയ്ക്കുള്ളത്. 16,000 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞത് ഈ പീർപഞ്ചാൽ പർവ്വതനിരകളുടെ സൈഡും കൂടെ ചേർന്നിട്ടാണ്. കാശ്മീർ താഴ്വര പീർപഞ്ചാൽ പർവ്വതനിരകളുടെയും ഹിമാലയ പർവ്വതത്തിൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത്. അതായത് കാശ്മീർ താഴ്വരയുടെ തെക്ക് ഭാഗത്താണ് പീർപഞ്ചാൽ പർവ്വതനിര, കാശ്മീർ താഴ്വരയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതനിര. ഈ കാശ്മീർ താഴ്വര ഏതാണ്ട് ഒരു കൈക്കൊമ്പിളിൻ്റെ ആകൃതിയിൽ കിഴക്ക് പടിഞ്ഞാറായി നീളത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഏതാണ്ട് 130ഓളം കിലോമീറ്റർ നീളം വരും ഇതിന്. വീതി 50-60 കിലോമീറ്ററേ ഉള്ളൂ. അതായത് തിരുവിതാംകൂർ കിടക്കുന്ന പോലെ കിടക്കുന്ന കൂട്ടിക്ക് വീതി പക്ഷേ കുറവാണ്, നീളവും കുറവാണ്. ഈ പീർപഞ്ചാൽ പർവ്വതനിരകളുടെ വടക്ക് ഭാഗവും ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗവും ഉള്ള പർവ്വതനിരകളെ ചേർത്തിട്ടാണ് ഈ 16,000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞത്. ശരിക്കും ജനവാസം കൂടുതലുള്ള പ്രദേശം ഏതാണ്ട് ഒരു 5,200-5,300 സ്ക്വയർ കിലോമീറ്ററുള്ള കാശ്മീർ താഴ്വര തടമാണ്. കാശ്മീർ താഴ്വരയുടെ സെൻറ്ററിലാണ് ഈ കാശ്മീർ താഴ്വര തടം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ വിസ്തീർണത്തിൻ്റെ അത്രയും വരില്ല. ഇതാണ് ഈ കാശ്മീർ താഴ്വര തടം. കാശ്മീർ താഴ്വര തടത്തിലാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗവും ജനങ്ങളും താമസിച്ചിരുന്ന പ്രദേശം. ഈ പറഞ്ഞ 5,200 സ്ക്വയർ കിലോമീറ്ററാണ്. കാശ്മീർ താഴ്വരയിലൂടെയാണ് ജലം നദി ഒഴുകുന്നത്. ജലം നദി ഉത്ഭവിക്കുന്നത് വെരിനാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ചിട്ട് ഈ കാശ്മീർ താഴ്വരയുടെ ജീവിതത്തിൻ്റെ ഹൃദയമാണ് ജലനദി എന്ന് പറയാം. ജലനിധി വളരെ മന്ദമായിട്ട് താഴ്വരയിലൂടെ വളരെ പതുക്കെയാണ് ഒഴുകുന്നുണ്ടോ എന്ന് സംശയം പോലും നമുക്ക് തോന്നും. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകി ഇത് വന്ന് ഉളാർ എന്ന് പറയുന്ന ഒരു തടാകത്തിലെത്തുന്നു. ഉളാർ തടാകത്തിൽ നിന്ന് ഇത് ബാരാമുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് പീർപഞ്ചാലിനെ ക്രോസ് ചെയ്ത് ജമ്മു മേഖലയിലേക്ക്, പഞ്ചാബ് സമതലത്തിന് മുന്നായി ജമ്മു മേഖലയിൽ കൂടെ ഒഴുകി പഞ്ചാബ് സമതലത്തിൽ ചെന്ന് ചേരുന്നു. ഇതാണ് ജലത്തിൻ്റെ ഒരു വാട്ടർ കോഴ്സ്. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതാണ് കേരളം എന്ന് കേരളോൽപ്പത്തിയെപ്പറ്റി ഐതിഹ്യമുള്ളതുപോലെ കാശ്മീരിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും ഒരു ഐതിഹ്യമുണ്ട്. കാശ്മീർ താഴ്വര പണ്ട് ഒരു തടാകമായിരുന്നത്രേ. സതീസർ എന്നാണ് ഈ തടാകത്തിൻ്റെ പേര്. ഈ സതീസർ തടാകത്തിൽ ജലോത്ഭവൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസൻ താമസിച്ചിരുന്നു. ജലത്തിലാണ് താമസം. തടാകത്തിന് ചുറ്റും താമസിച്ചിരുന്നത് നാഗന്മാരുമായിരുന്നു. ഈ ജലോത്ഭവൻ എന്ന രാക്ഷസൻ ഈ നാഗന്മാരെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ഇവർ തങ്ങളുടെ പിതാവായ കശ്യപ മഹർഷിയുടെ അടുത്ത് പോയി പരാതി പറയുന്നു. ഹിന്ദു മിഥോളജി പ്രകാരം നാഗന്മാരുടെ പിതാവ് കശ്യപ മഹർഷിയാണ്. കശ്യപ മഹർഷി മനംനൊന്ത് മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്നു. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് വരാഹാവതാരമെടുത്ത് ഈ തടാകത്തെ പർവ്വതത്തിനിടയിൽ ഒരു വലിയ വിടവുണ്ടാക്കി അതിലേക്കൂടെ ജലം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് കഥ. തടാകത്തിലെ ജലം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞപ്പോൾ ജലോത്ഭവന് തടാകത്തിന് പുറത്തു വരേണ്ടി വന്നു. അപ്പോൾ മഹാവിഷ്ണു ജലോത്ഭവനെ വധിക്കുന്നു. വരാഹാവതാരമെടുത്ത് ഉള്ള സ്ഥലമായതുകൊണ്ട് ഈ ജലം ഒഴുകി പോകുന്ന പ്രദേശത്തിന് വരാമുള്ള എന്ന പേര് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കശ്യപ മഹർഷി ഉണ്ടാക്കിയെടുത്ത പ്രദേശമായതുകൊണ്ട് കാശ്മീർ എന്ന പേര് വന്നു എന്നും കഥയിൽ പറയുന്നുണ്ട്. വളരെ ഫലഭൂയിഷ്ടിയുള്ള പ്രദേശമാണ് കാശ്മീർ താഴ്വര. ഇവിടുത്തെ മുഖ്യ കൃഷി നെൽകൃഷിയാണ്. മുഖ്യ ആഹാരവും അരിയാഹാരമാണ് ഇവിടെയുള്ളത്. ഇവിടെ
ഇഷ്ടം പോലെ ആപ്പിൾ തോട്ടങ്ങളുണ്ട്. ആപ്പിൾ ഒരു മുഖ്യ പ്രോഡക്റ്റാണ്. അതുപോലെ ഈ കാശ്മീർ താഴ്വരയുടെ പർവ്വതങ്ങളുടെ സൈഡിലുള്ള തട്ടുകൾക്ക് കരേവകൾ എന്നാണ് പറയുന്നത്, കരേവ. ഈ തട്ടുകളിലെല്ലാം കുങ്കുമ കൃഷി ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീർ സിൽക്ക് മൾബറി കൃഷിയും കാശ്മീരിലുണ്ട്. സിൽക്ക് തുണിത്തരങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ് കാശ്മീർ. അതുപോലെ ഇവിടെ കരകൗശല തടി കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾക്കും വളരെ പേരുകേട്ട സ്ഥലമാണ് കാശ്മീർ. ഈ കൃഷിക്ക് ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം തീരെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളാണ്. അത് മഴക്കാലത്തും ഉണ്ടാകാം, വേനൽക്കാലത്തും ഉണ്ടാകാം. വേനൽക്കാലത്ത് ഈ ഗ്ലേസിയറിൽ നിന്നെത്തുന്ന ജലമാണ് ജലനദിയിലൂടെ ഒഴുകുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവിടുത്തെ നെൽകൃഷി നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യക്ഷാമം ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗവും കാശ്മീരികൾ തന്നെയാണ്. പിന്നെ ഈ ബക്രവാലകളും ഗുജറുകളും ഉണ്ട്, ഈ പീർപഞ്ചാലിൻ്റെ സൈഡിൽ താമസിക്കുന്നവർ. ഇതിലെ മതവിഭാഗങ്ങൾ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. 93% മുസ്ലിങ്ങളാണ്. 7% ഇവിടെയുള്ളവർ ഹിന്ദുക്കളാണ്. അവർ പണ്ഡിറ്റുകളാണ്. കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്ന പണ്ഡിറ്റുകളാണ് ഈ ബാക്കിയുള്ള ജനവിഭാഗം. ഇവരുടെ ഭാഷ കോഷൂർ എന്ന് പറയുന്നൊരു ഭാഷയാണ്. അതുപോലെ ഈ പഹാഡി ബക്രവാലകളെല്ലാം പഹാഡി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ മെയിനായിട്ടുള്ള ഭാഷ കോഷൂർ എന്ന് പറയുന്ന ഭാഷയാണ് കാശ്മീരികളുടെ ഭാഷ. കാശ്മീരി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കായുള്ള നെയിം കോഷൂർ ഭാഷയാണ്. ഇവിടെ ഒരു മുഖ്യ തീർത്ഥാടന കേന്ദ്രമാണ് അമർനാഥ് യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയെല്ലാം നമ്മൾ പത്രങ്ങൾ വായിക്കാറുണ്ട്. അത് കാശ്മീരിൻ്റെ കിഴക്ക് വടക്കായിട്ടാണ് അമർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയുടെ അതിരുകൾ എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം നമ്മൾ പറഞ്ഞു പീർപഞ്ചാലാണ്. വടക്ക് ഭാഗം ഗ്രേറ്റർ ഹിമാദ്രി എന്ന് പറയുന്ന ഗ്രേറ്റർ ഹിമാലയാസ് ആണ് വടക്ക് ഭാഗം. പടിഞ്ഞാറ് ഭാഗം, അതായത് നമ്മൾ മാപ്പിൻ്റെ ഇടതുഭാഗം, പടിഞ്ഞാറ് ഭാഗം പകുതി പീർപഞ്ചാൽ പർവ്വതനിരകളും പകുതി ഹിമവാനുമാണ്. കിഴക്ക് ഭാഗം ഹിമവാനാണ്. അപ്പോൾ ചുരുക്കത്തിൽ ചുറ്റും പർവ്വതങ്ങളാണ്. കാശ്മീർ താഴ്വരയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ചുരങ്ങൾ വഴി മാത്രമേ പോകാൻ പറ്റൂ. ജമ്മുവിലേക്ക് വരാനാണെങ്കിൽ നമ്മൾ പറയുന്ന മുഖ്യമായിട്ട് 3 ചുരങ്ങളുണ്ട്. കാശ്മീരിൻ്റെ കിഴക്ക് ഭാഗത്താണ് ലഡാക്ക്. ലഡാക്കിലേക്ക് കടക്കാനുള്ള ചുരം സോജില പാസ് വഴിയാണ് കിഴക്കോട്ട് പോകുന്നത്. ഈ പടിഞ്ഞാറേക്ക് കടക്കാനാണെങ്കിൽ ബുർസിൽ പാസ് വഴിയാണ്. ഗിൽജിത്ത് എന്ന് പറയുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മുഖ്യ പ്രദേശത്തേക്ക് കടക്കുന്നത് ബുർസിൽ പാസ് വഴിയാണ്. ഈ ചുരങ്ങളെല്ലാം മഞ്ഞുകാലത്ത് മഞ്ഞുകൊണ്ട് മൂടി ഒരു തരത്തിലും കടന്നു പോകാൻ വയ്യാത്ത തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രദേശങ്ങളുമാണ്. ഈ മലമ്പാതകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോട്ടകൾ നിർമ്മിച്ചിരുന്നു. ഈ കോട്ടകളിൽ പട്ടാളക്കാർ സ്ഥിരം കാവലായിരുന്നു. പട്ടാളക്കാരുടെ ഒരു പെർമിഷൻ ഇല്ലാതെ ഈ മലമ്പാതകൾ കടന്ന് കാശ്മീർ താഴ്വരയിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരിന് എക്കാലവും ഈ പർവ്വതങ്ങളുടെയും ഈ മലമ്പാതകളിലുള്ള കോട്ടകളുടെയും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് കാശ്മീരിൽ എത്തിപ്പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു ആക്രമണകാരിക്ക്. കാശ്മീർ ഒരു പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. തിരുവിതാംകൂറിലെ കമ്പാരിസൺ തിരുവിതാംകൂറിനേക്കാളും വിസ്തീർണം കുറവാണ്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു കാശ്മീർ താഴ്വര തടത്തിലാണ് ജനങ്ങൾ കൂടുതൽ താമസിക്കുന്നത്. ഭൂരിഭാഗവും ജനങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അതിന് നമ്മളുടെ പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ കുറേ ഭാഗങ്ങൾ, ഈ 3 ജില്ലകളുടെ വിസ്തീർണം മാത്രമേ അവിടെയുള്ളൂ. ഭാഷ കോഷൂർ എന്നുള്ളൊരു ഭാഷയാണ്. പഹാഡി ഭാഷയുമുണ്ട് കുറച്ച് വിഭാഗത്തിന്. ജനവാസം കാശ്മീർ താഴ്വര തടത്തിലാണ് മുഖ്യമായും ജനങ്ങളെല്ലാം ഉള്ളത്. ഇവിടെ 93% മുസ്ലിങ്ങളാണ്, 7% കാശ്മീരി പണ്ഡിറ്റുകളാണ്. കാശ്മീരിൽ നിലനിന്നിരുന്ന വേറൊരു വലിയ പ്രശ്നമാണ് അവിടുത്തെ ബഗർ സിസ്റ്റം. നിർബന്ധിത കൂലിപ്പണിയായിരുന്നു അത്. കാശ്മീരിൻ്റെ പർവ്വതങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതി കൊണ്ട് ഇതിൻ്റെ അതിരുകളിലേക്ക് പട്ടാളക്കാർക്ക് സാധനങ്ങൾ എത്തിക്കാനൊക്കെയായി നിർബന്ധമായും മനുഷ്യപ്രയത്നമാണ് ഉപയോഗിച്ചിരുന്നത്. കൃഷിയിടങ്ങളിൽ പണിയെടുത്തിരുന്ന കൃഷിക്കാരെ നിർബന്ധമായി ഈ സാധനങ്ങൾ ചുമക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു. നിസ്സാരമായ കൂലിയാണ് ഇവർക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവർ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുകയും ചെയ്തു. ഈ ബഗർ സിസ്റ്റം
നിർത്തണമെന്നുള്ളത് കാശ്മീർ ജനതയുടെ വളരെ സുദീർഘമായ ഒരു ഡിമാൻഡായിരുന്നു. ഇത് പക്ഷേ അന്നത്തെ ഭൂപ്രകൃതി കൊണ്ട് ഇത് ഇല്ലായ്മ ചെയ്യാൻ രാജാക്കന്മാർ തയ്യാറുമായിരുന്നു. ഇത് ദോഗ്ര ഭരണത്തിൻ്റെ കീഴിൽ അവസാന കാലഘട്ടത്താണ് ഇതിൻ്റെ നിർബന്ധിതമായ രൂപത്തിൽ നിന്ന് അതിനെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു നിയമനിർമ്മാണം നടത്തപ്പെട്ടത്. വിവരിച്ച കൂട്ടത്തിൽ തിരുവിതാംകൂറിലെ കയർ വ്യവസായത്തെ പറ്റിയും കാശ്മീരിലെ ഷാൾ വ്യവസായത്തെ പറ്റിയും ഞാൻ പരാമർശിക്കാൻ വിട്ടുപോയി. തൊണ്ട് തല്ലി എടുക്കുന്ന ചകിരി ഉപയോഗിച്ചുണ്ടാക്കുന്ന കയർ തിരുവിതാംകൂറിൽ നിന്ന് ലോക വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതുപോലെ ലഡാക്കിൽ നിന്ന് എത്തിയിരുന്ന പഷ്മിന കമ്പിളി രോമങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്ന ഷോളുകൾ ലോക വിപണിയിൽ വലിയ ആകർഷണമാണ് ഉണ്ടാക്കിയിരുന്നത്. കാശ്മീരിലെ ഷോൾ വ്യവസായത്തിന് തുടക്കം കുറിച്ചത് മുഗൾ ഭരണകാലത്താണ്. ജഹാംഗീറിൻ്റെ മഹാറാണിയായിരുന്ന നൂർജഹാൻ മധ്യേഷ്യയിലേക്ക് ഇവിടെ നിന്ന് പണിക്കാരെ അയച്ച് ഈ തറി സമ്പ്രദായം അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. തറികൾ ഉപയോഗിച്ച് ഷോളുകൾ ഉണ്ടാക്കാൻ നെയ്തെടുക്കുന്ന സമ്പ്രദായം മുഗൾ ഭരണകാലത്തെ തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് ഷാൾ വ്യവസായത്തിന് കാശ്മീരിൽ വളരെ പ്രാമാണ്യം ലഭിക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് ഒരു കുത്തക പോലെ വികസിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഷോൾ ഉണ്ടാക്കാൻ വേണ്ടി തറികളിൽ ജോലി ചെയ്തിരുന്ന പണിക്കാർക്ക് വളരെ തുച്ഛമായ കൂലിയാണ് നൽകിയിരുന്നത്. അവർക്ക് നിർബന്ധിതമായി ഈ പണി ചെയ്യേണ്ടിയും വന്നു. അങ്ങനെ വളരെ കഷ്ടപ്പാട് അവർ അനുഭവിച്ചിരുന്നെങ്കിലും ഈ ഷോളുകൾക്ക് വിദേശ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്. ഒരു കാര്യം, ഈ ജമ്മുവിൻ്റെ വിസ്തീർണം 39,000 സ്ക്വയർ കിലോമീറ്ററാണ്. കാശ്മീരിൻ്റെ വിസ്തീർണം 16,000 സ്ക്വയർ കിലോമീറ്ററാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 39ഉം 16ഉം 55,000 സ്ക്വയർ കിലോമീറ്ററാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ജമ്മുവും കഴിഞ്ഞു, കാശ്മീരും കഴിഞ്ഞു. ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ വിസ്തീർണം 2,20,000 സ്ക്വയർ കിലോമീറ്ററാണെന്ന് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ 55,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ജമ്മുവും കാശ്മീരും ചേർന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 1.25 ലക്ഷം കിലോമീറ്റർ എവിടെയാണ്, സ്ക്വയർ കിലോമീറ്റർ എവിടെയാണ്, ആ ഭാഗം ഏതാണ്? അത് ലഡാക്കും ഗിൽജിത്തും ബാൾട്ടിസ്ഥാനുമാണ്. ഇത് ഹിമാലയത്തിന് അപ്പുറമാണ്. ഹിമാലയത്തിന് അപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ വിസ്തീർണം വ്യാപിപ്പിച്ചത് ദോഗ്ര രാജവംശമാണ്. അതിനു മുമ്പ് ചരിത്രത്തിൽ ഒരിക്കലും ഭാരതത്തിലുള്ള ഒരു രാജവംശവും സ്ഥിരമായി ഹിമവാന്റെ വടക്ക് ഭാഗത്തേക്ക് കടന്ന് അവിടെ ഭൂമി സ്വായത്തമാക്കുകയോ അത് ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളോട് നിലനിർത്തുകയോ ചെയ്തിട്ടില്ല. കാശ്മീരിൻ്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം സ്വതന്ത്രമായി ഭാരതത്തോട് ചേർക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. അത് ചെയ്തത് ദോഗ്ര രാജാക്കന്മാരാണ്. അത് നടന്നത് 19-ാം നൂറ്റാണ്ടിലുമാണ്. ഭാരതത്തിന് തീർക്കാനാവാത്ത കടപ്പാടാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ദോഗ്ര ഭരണകൂടത്തോട് ഉണ്ടായിരിക്കുന്നത്. രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ലഡാക്ക്, മറ്റു പ്രദേശങ്ങൾ എന്നിവ മൂന്നാം ഭാഗത്തിൽ നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം.